ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ കറിയാണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്ന് നോക്കി നോക്കാം. അതിന് 1 കിലോ മട്ടനാണ് എടുത്തത്. അതിലേക്കൊരു 7-8 ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു അരമുറി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ആദ്യം ചേർത്ത് കൊടുത്ത്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ച് തന്നെയാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തത്. ഞാനല്ല മിക്സ് ചെയ്യുന്നത്, ഇത് റെസിപ്പി ചെയ്യുന്നത് എൻ്റെ ബ്രദർ ഇൻ ലോ ആണ്. അപ്പോൾ മൂപ്പരാണ് എല്ലാ പണിയും ചെയ്തത് കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ്സ് മൊത്തം അവനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. ഇനി കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ എല്ലായിടത്തും മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവുന്ന സമയത്ത് ഇത് വെള്ളം മട്ടനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതൊരു 4 വിസിൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് വേറൊരു അടുപ്പിൽ നമുക്ക് പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്തു, വെല്ലുള്ളി ആഡ് ചെയ്തു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മസാലകൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇത് ബ്രൗൺ ഷെയ്ഡായി. അപ്പോൾ നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു, 1 ടീസ്പൂൺ നല്ല എരിവുള്ള നല്ല മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മൾ മസാലകൾ ആഡ് ചെയ്യാൻ. ഇവിടെ എന്തെന്ന് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ തീ കൂട്ടി വെച്ച് ആഡ് ചെയ്തു. അപ്പോൾ ചെറുതായിട്ടൊന്ന് മസാലകളൊന്ന് കൂടുതലായിട്ട് കുക്കായി. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ആ കാണുന്നത്. അപ്പോൾ മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി, കറിവേപ്പില, മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ മട്ടൻ, വേവിച്ച് വെച്ച മട്ടൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഒരു സെമി ഗ്രേവിയാണ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അധികം വറ്റിച്ചെടുക്കുന്നില്ല. നന്നായിട്ട് വറ്റിച്ചെടുത്താൽ ഡ്രൈ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഞങ്ങളിത് പൂരിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.